ഹലോ മക്കൾസ്, പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലാബിൽ നിങ്ങൾക്ക് 2 എക്സ്പെരിമെൻറ്റുകളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അതിലൊന്ന് സോൾട്ട് അനാലിസിസ് ആൻഡ് സെക്കൻഡ് വൺ വോളിയോമെട്രിക് അനാലിസിസ്. അപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് ആദ്യം ചെയ്ത് കാണിക്കാൻ പോകുന്നത് സോൾട്ട് അനാലിസിസ് ആണ്. അപ്പോൾ സോൾട്ട് അനാലിസിസിൽ നിങ്ങൾക്ക് കുറേ ആനിയോൺസ്, കാറ്റിയോൺസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ ആനിയോൺസും എങ്ങനെ ചെയ്യാം, അതിൻ്റെ ടെസ്റ്റുകൾ എന്താണ്, അതിൻ്റെ റിസൾട്ടുകൾ എങ്ങനെ എന്ന് ആദ്യം കാണിച്ചു തരും സാർ. ആനിയോൺസും കാറ്റിയോൺസും ഇതുപോലെ കാണിച്ചു തരും. എന്നിട്ട് സാറ് കോമൺ ആയിട്ട് ഒരു സോൾട്ട് എടുത്തിട്ട് അതിൻ്റെ മൊത്തം ടെസ്റ്റുകളും എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം എന്നും കാണിക്കാം. അതിനുശേഷം സാറ് വോളിയോമെട്രിക് അനാലിസിസും ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ ആനിയോൺസിൻ്റെ ടെസ്റ്റുകളാണ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആനിയോൺസിൻ്റെ ടെസ്റ്റുകളിൽ മക്കൾക്കറിയാം 2 മെയിൻ ടെസ്റ്റുകൾ ചെയ്യണം. ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനിയോൺസ്. നിങ്ങൾക്ക് തന്ന ആനിയോൺസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ആ ആനിയോൺസിൻ്റെ കൺഫർമേഷനും ചെയ്യണം. ആ ആനിയോൺസ് നിങ്ങൾക്ക് കിട്ടിയത് അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കണം. സോ നിങ്ങൾക്ക് എക്സാമിന് തരാൻ ചാൻസ് ഉള്ള 5 ആനിയോൺസ് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സോൾട്ടിൽ 5 ആനിയോൺസ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ഒന്ന് കാർബണേറ്റ്, മറ്റൊന്ന് അസറ്റേറ്റ്, മറ്റൊന്ന് ക്ലോറൈഡ്, മറ്റൊന്ന് നൈട്രേറ്റ്, മറ്റൊന്ന് സൾഫേറ്റ്. അസറ്റേറ്റ് ആനിയോണിൻ്റെ ടെസ്റ്റാണ്. അതിനും 2 ടെസ്റ്റ് ഉണ്ട്. ആദ്യം ഞാൻ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി അസറ്റേറ്റ് അടങ്ങിയ സോൾട്ടിൻ്റെ ആനിയോൺ ഞാൻ എടുത്തു. ഓക്കെ, അതെടുത്തതിന് ശേഷം അതെടുത്തതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് ഡൈല്യൂട്ട് H2SO4 ചേർക്കും. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ ഡൈല്യൂട്ട് HCl ആണ് ചേർത്തെങ്കിൽ രണ്ടാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റിൽ ഡൈല്യൂട്ട് H2SO4 ചേർക്കും. ജസ്റ്റ് ചേർക്കും. ഓക്കെ, ഡൈല്യൂട്ട് H2SO4 ചേർത്തിട്ട് നോക്കടാ, ഞാൻ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യും. കൈ വെച്ചും വേണമെങ്കിൽ റബ്ബ് ചെയ്യാം. ഇനി അലർജിക് പ്രശ്നമുള്ളവരൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്യും. റബ്ബ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ, നിങ്ങൾക്ക് ഇതിൽ വീഡിയോ ആകുമ്പോൾ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടൂല, പക്ഷെ സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അസറ്റേറ്റിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ വിനെഗറിൻ്റെ സ്മെല്ല്. അവിടെ വിനെഗർ ഉണ്ടായിട്ടുണ്ടാവും, അസറ്റിക് ആസിഡ് ഉണ്ടായിട്ടുണ്ടാവും. എടാ നമ്മുടെ വിനെഗർ, നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന വിനെഗർ. ഇനി അഥവാ ആർക്കെങ്കിലും സ്മെല്ല് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് എടുത്തിട്ട് നിങ്ങളുടെ കൈവെള്ളയിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിയാൽ ശരിക്ക് അസറ്റിക് ആസിഡിൻ്റെ സ്മെല്ല് കിട്ടും. അപ്പം നിങ്ങൾ ഡൈല്യൂട്ട് H2SO4 ചേർത്തിട്ട് വാച്ച് ഗ്ലാസ്സിലെടുത്തിട്ട് ഗ്ലാസ് റോഡ് വെച്ചിട്ട് റബ്ബ് ചെയ്യുക. സ്മെല്ല് നോക്കുക. സ്മെൽ ഓഫ് വിനെഗർ ഉണ്ടെങ്കിൽ അസറ്റേറ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നമുക്കിതിൻ്റെ കൺഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സോൾട്ട് എടുക്കുന്നു. അഥവാ എന്താ ഇത് അസറ്റേറ്റ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണ്ടേ. അപ്പോൾ അസറ്റേറ്റിൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് എടുക്കുന്നു. സോൾട്ടൊക്കെ നിങ്ങൾക്ക് ടീച്ചർ തരും. ഓക്കെ, സോൾട്ട് എടുക്കുന്നു. ഇത് സാധാരണ കൺഫർമേഷൻ ടെസ്റ്റിന് വേണ്ടി നമ്മൾ സൊല്യൂഷൻ ആക്കും. സൊല്യൂഷൻ ആക്കിയില്ലെങ്കിൽ ഈ ടെസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൊല്യൂഷൻ ആക്കുന്നു. വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൊല്യൂഷൻ ആക്കുന്നു, ഡിസോൾവ് ആക്കുന്നു. ഇത് ഓക്കെ, യെസ്. ഇതിലേക്ക് നമ്മൾ ഈ സോൾട്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആരെയാ, ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ, FeCl3 എന്ന് പറയുന്ന ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അസറ്റേറ്റിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ ചേർക്കുന്നു. ഇത് ചേർക്കുന്നതോടുകൂടി എടാ നോക്കിക്കേ, നമ്മുടെ സൊല്യൂഷൻ ഒരു റെഡിഷ് ബ്രൗൺ കളർന്ന, റെഡും ബ്രൗണും കൂടെ ചേർന്ന ആ നമ്മുടെ പ്രസിപ്പിറ്റേറ്റിൻ്റെ കളർ റെഡിഷ് ബ്രൗൺ കളർ ചേർന്ന ഒരു, നോക്കിയാൽ നിങ്ങൾ ഈ മുകളിലുള്ള വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം റെഡിഷ് കളറാണ്. റെഡിഷ് ബ്രൗൺ കളർ ചേർന്നിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ താഴേക്ക് അടിഞ്ഞ് വരുന്നുണ്ട്, റെഡിഷ് ബ്രൗൺ കളർ ചേർന്ന പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടേത് അസറ്റേറ്റ് ആണെന്ന്. റെഡി? അപ്പോൾ അസറ്റേറ്റിൻ്റെ കൺഫർമേഷനും നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാവും.